ക്രിസ്ത്യാനിക്കും മുസൽമാനും ഹിന്ദുവിനും പാഴ്സിക്കും എല്ലാവർക്കും ഉള്ള ഒരു ദൈവം സൂര്യനാണ്, ഭൂമിയുടെ ദൈവം. കാരണം നമുക്ക് വെളിച്ചം തരുന്നവൻ ഭർഗോ ദേവസ്യ ധീമഹി, ഭർഗസ് ഊർജത്തിന്റെ പ്രവാഹമാണ്. ഞാനിപ്പോ നിങ്ങളോട് പ്രസംഗിക്കുന്ന എന്റെ ശബ്ദോർജമുണ്ടല്ലോ, ഇത് സൗരോർജം അല്ലേ? കഴിഞ്ഞ കൊല്ലം ആന്ധ്രയിൽ ഉദിച്ച സൗരോർജമാണിത്. കഴിഞ്ഞ കൊല്ലം ആന്ധ്രയിൽ സൂര്യൻ ഉദിച്ചപ്പോൾ അവിടുത്തെ കർഷകരും തൊഴിലാളികളും അവിടുത്തെ വയലിൽ നട്ട നെൽച്ചെടിയുടെ നെല്ലോലകൾ ആ സൂര്യപ്രകാശത്തെ ഏറ്റുവാങ്ങി പ്രകാശ സംശ്ലേഷണം നടത്തി, ഫോട്ടോ സിന്തസിസ് നടത്തി, കാർബോഹൈഡ്രേറ്റ് ഉണ്ടാക്കി, അന്നജമുണ്ടാക്കി, നെല്ലിന്റെ കതിരിനുള്ളിൽ പാല് രൂപത്തിൽ കൊണ്ടുപോയി നിക്ഷേപിച്ച് ആ കതിരുകൾ കാറ്റേറ്റ് വെയിലേറ്റ് വിളഞ്ഞപ്പോ അവിടുത്തെ കർഷകരത് കൊയ്തെടുത്ത് മെതിച്ച് നെല്ലാക്കി മില്ല് കൊണ്ടേ കുത്തി അരിയാക്കി ചാക്കിൽ കെട്ടി ഗുഡ്സ് ട്രെയിനിൽ കയറ്റി ഹൈദരാബാദിൽ നിന്ന് കയറ്റിയ സെക്കന്ദരാബാദ്, വിജയവാഡ, സേലം, ഈറോഡ്, കോയമ്പത്തൂര്, പാലക്കാട്, ഒറ്റപ്പാലം, വടക്കാഞ്ചേരി, തൃശ്ശൂര്, പുതുക്കാട്, ഒല്ലൂര്, ചാലക്കുടി, ഇരിങ്ങാലക്കുട, അങ്കമാലി, ആലുവ, എറണാകുളം ടൗണ്, തൃപ്പൂണിത്തറ, പിറമർ റോഡ്, ഏറ്റുമാനൂര്, കോട്ടയം, ചങ്ങനാശ്ശേരി, തിരുവല്ല FCI ഗോഡൌണിൽ കൊണ്ടുവന്ന് അവിടുന്ന് ചെറിയ നാട് മാർക്കറ്റിൽ കൊണ്ടുവന്ന അരി ഉണ്ണി സാറിന്റെ വീട്ടിൽ വാങ്ങിക്കൊണ്ടുവന്നിട്ട് അരച്ചിട്ട് ചുട്ട 3 വെള്ളയപ്പം ഞാൻ രാവിലെ തിന്നതിന്റെ ഊർജമാണ് എന്റെ തൊണ്ടെന്ന് കേൾക്കുന്ന ഒച്ച. മനസ്സിലായോ? മനസ്സിലായോ? ഇത്രയും പ്രവാഹമാണ് ഈ ഊർജത്തിന്റെ ഉറവിടമായിരിക്കുന്ന സൂര്യ. അടുത്തതാണ് നിങ്ങളെ സംബന്ധിച്ചത്. ഞാൻ ഈ ചൊല്ലിയത് എന്തിനാണെന്നറിയോ? ധിയോ യോന പ്രചോദയാ. ധീ എന്ന് പറഞ്ഞാൽ ബുദ്ധി. ബുദ്ധിയെ പ്രചോദിപ്പിക്കുക. ആന്തരിക വെളിച്ചമായി മാറിയാലും വന്നാൽ, ആന്തരികമായ വെളിച്ചമായി മാറിയാലും. ബാഹ്യമായ വെളിച്ചം അല്ല പ്രധാനം. ബാഹ്യമായ വെളിച്ചം പക്ഷിമൃഗാദികളെല്ലാം കാണുന്നുണ്ട്, പക്ഷെ ആന്തരികമായ വെളിച്ചം മനുഷ്യനേ ഉള്ളൂ. നിങ്ങളുടെ പേര് നിങ്ങൾക്കറിയാം, പക്ഷെ നായിക്കറിയില്ല നായിന്റെ പേര് നായിയാണെന്ന്. അറിയോ? കാട്ടിലെ രാജാവാരാ? സിംഹം. പക്ഷെ ആ വിവരം ഇതുവരെ സിംഹം അറിയില്ല. അറിഞ്ഞെങ്കിൽ പിറ്റേന്ന് കൊട്ടാരം വേണമെന്ന് പറയും, അതിന് എസ്കോട്ട് ഇന്നോവ കാറ് വേണമെന്ന് പറയും. അത് വെറും നിലത്ത് കിടന്നുറങ്ങുന്നു അല്ലേ? അതിന്റെ ഭക്ഷണം അത് തന്നെ വേട്ടയാടി പിടിച്ചു തിന്നുന്നു അല്ലേ? ആരും സഹായിക്കാനില്ല. കാരണം അതിനറിയില്ല താൻ രാജാവാണെന്ന്. നമ്മൾ നിശ്ചയിച്ചതാ. ഈ ഭൂമിയിലെ എല്ലാ മൃഗങ്ങളുടെയും പേര് ഇട്ടത് നമ്മളല്ലേ? ഈ ലോകത്തെ സകലതിനും പേരിട്ടത് നമ്മളാ. നമുക്ക് നമ്മുടെ ഉള്ളിൽ ഒരു വെളിച്ചമുണ്ട്, പുറത്തെ വെളിച്ചമല്ല. പുറത്ത് വെളിച്ചം തരുന്ന ആളെ കൃഷ്ണൻകുട്ടി എന്നാ പറയാ, അകത്ത് വെളിച്ചം തരുന്ന ആളെ ശിവൻകുട്ടി എന്നാ പറയാ. സംഭവം മനസ്സിലായോ? കുട്ടിയൊക്കെ എന്തോ മനസ്സിലായോ? പുറത്ത് വെളിച്ചം തരുന്ന ആളെ കൃഷ്ണൻകുട്ടി എന്ന് പറയും, അകത്ത് വെളിച്ചം തരുന്ന ആളെ ശിവൻകുട്ടി എന്ന് പറയും. എന്തൊക്കെ മനസ്സിലായോ? എടാ, കൃഷ്ണൻകുട്ടി എന്ന് പറഞ്ഞ ഇലക്ട്രിസിറ്റി മന്ത്രി, പുറത്ത് വെളിച്ചം തരുന്ന ആള്. അകത്ത് വെളിച്ചം തരുന്ന ശിവൻകുട്ടി എന്ന് പറഞ്ഞ വിദ്യാഭ്യാസ മന്ത്രി. പിടികിട്ടിയ മനസ്സിലായോ? പുറത്ത് വെളിച്ചം തരുന്നു മാത്രം പോരെ, അകത്ത് വെളിച്ചമായി മാറണം. അകത്ത് വെളിച്ചമായി മാറണം. നിങ്ങൾ അറിയണം ഓരോന്നിന്റെ അർത്ഥം. അപ്പോ ഇത് കഴിഞ്ഞിട്ടൊരു മന്ത്രമുണ്ട് കേട്ടോ. ഗായത്രി മന്ത്രം കഴിഞ്ഞാൽ പിന്നെ അടുത്ത മന്ത്രം പഠനത്തിന്റെ മന്ത്ര. ഈ മന്ത്രം ഒന്നും എന്തിനാ ചൊല്ലുന്നതെന്ന് ഒരു പിടിയും ആരും പുരോഹിതന്മാര് പറഞ്ഞു കൊടുക്കാറില്ല. അടുത്ത മന്ത്രം ഓം സഹനാവവതു സഹനൗ ഭുനക്തു സഹവീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്യുഷാവഹൈ. എന്താ ഇതർത്ഥം? ഓം എന്ന് പറഞ്ഞാൽ എന്താ? ഓം എന്ന് പറഞ്ഞാൽ ആ ഉ അം. ഇതർത്ഥം എന്നറിയോ? ജനിക്കുക, ജീവിക്കുക, മരിക്കുക. അത്രയേ ഉള്ളൂ. ഉണ്ടാവുന്നു, നിലനിൽക്കുന്നു, ഇല്ലാതാവുന്നു. ആ ഉ അം. അത് കൂട്ടി വായിച്ച ഓ. പിടികിട്ടിയോ? അതാ സഹ അവവതു. ഒരുമിച്ച് ചർച്ച ചെയ്ത് പഠിക്കണം. ഒരുമിച്ച് ചർച്ച ചെയ്ത് പഠിക്കണം. സഹ അവവതു. നിങ്ങളുടെ പഠനം ഇപ്പൊ പുതിയൊരു ട്രെൻഡ് വന്നിട്ടുണ്ട് കുട്ടികളുടെ ഇടയിൽ. എന്താണെന്നറിയോ? ക്ലാസ്സിലൊന്നും ശ്രദ്ധിക്കൊന്നും വേണ്ട. അവസാനം പരീക്ഷ എടുക്കുമ്പോ ഇതിന്റെ എല്ലാ ക്യാപ്സ്യൂള് വരും യൂട്യൂബിൽ. ആ യൂട്യൂബിലെ ക്ലാസ് ഇങ്ങനെ കണ്ട് അത് ഓർമ്മിച്ച് പരീക്ഷ എഴുതിയാൽ മതി എന്ന് പറയുന്ന പിഴച്ച വഴിയിലേക്കാണ് നിങ്ങൾ പോകുന്നത്. അത് നിങ്ങൾക്ക് ആപത്താണ്. കാരണം യൂട്യൂബിലെ ക്ലാസ് മാത്രം കേട്ടിട്ട് പഠിക്കുന്ന ഒരു കുട്ടിയുടെയും ഉള്ളിലേക്ക് ആ അറിവ് കയറുന്നില്ല. അറിവ് വളരണമെങ്കിൽ ഒരറിവ് യഥാർത്ഥ ശരിയാണെന്ന് ബോധ്യപ്പെടണം. ശരിയാണെങ്കിൽ എന്ത് വേണം?
എന്റെ ശരിയും നിന്റെ ശരിയും ഒത്തുചേർന്ന് നമ്മുടെ ശരിയാവണം. എന്റെ ശരിയും നിന്റെ ശരിയും ഒത്തുചേർന്ന് നമ്മുടെ ശരിയാവണം. അതുകൊണ്ട് ക്ലാസ് റൂമിലെ ചർച്ചകൾ പഠനവുമായി ബന്ധപ്പെട്ടത്. നിങ്ങൾ ഒരു പാഠം മനസ്സിലായിട്ടില്ലെങ്കിൽ ഒരു ടീച്ചർ പോയ ഉടനെ നിങ്ങൾക്ക് മനസ്സിലാവാത്ത കുട്ടികൾ ക്ലാസ്സിൽ പറയണം, എടാ ഈ പറഞ്ഞ എന്നാ നിനക്ക് മനസ്സിലായില്ല കേട്ടോ. അപ്പൊ മനസ്സിലായ കുട്ടികൾ ഉണ്ടെങ്കിൽ മനസ്സിലായ കുട്ടികൾ അത് പറഞ്ഞു തരണം. എന്നിട്ടും ആർക്കും മനസ്സിലായിട്ടില്ലെങ്കിൽ അടുത്ത പീരീഡ് ടീച്ചർ വന്നാൽ ഇത് മനസ്സിലാക്കിയിട്ട് മാത്രം മതി ടീച്ചറെ അപ്പുറത്തേക്ക് കടക്കാൻ എന്ന് പറഞ്ഞ് വീണ്ടും ടീച്ചറെ നിർബന്ധിക്കുന്ന കുട്ടികൾ ഉണ്ടാവണം. അത് അധ്യാപകർക്ക് സന്തോഷ. അറിയാൻ താല്പര്യമുണ്ടല്ലോ കുട്ടികൾക്ക്. നിങ്ങൾ ക്ലാസ്സിൽ ടീച്ചർ വന്നാൽ എന്താ ഇടക്കിടക്ക് ബാച്ച് നോക്കും, ഒരിയാന ബെല്ലടിച്ചിട്ട് ഈ നിർത്തി പോട്ടെ എന്ന് വെച്ച് കാത്തു നിൽക്കുന്ന ഗർദഭങ്ങളാണ് നമ്മുടെ കുട്ടികൾ ഭൂരിപക്ഷവും. ഇതാ നമുക്ക് പറ്റുന്നത്. ടീച്ചർ ക്ലാസ്സിൽ വന്നതിനാ വേറെ നിവൃത്തിയിലാണ്ട് കൊണ്ട് ആടെ ഇരിക്കണ്ടേ, ഇരുന്നില്ലെങ്കിൽ ക്ലാസ് ഒന്ന് പുറത്താക്കും, അതുകൊണ്ട് ഇരിക്കുക. എന്നാൽ ഈ പറയുന്നത് എന്തെന്നാ ടീച്ചർ എനിക്കത് മനസ്സിലായിട്ടില്ലല്ലോ ടീച്ചറെ ചോദിക്കുവോ? ഇല്ല. ചോദ്യം ചോദിക്കുന്ന കുട്ടികളാവുക. സഹനവും ഭുനക്തു പിടികിട്ടിയോ? അതാണ് തേനീച്ച തേനെടുത്തിട്ട് ഭുജിക്കുന്നു. ഒരുമിച്ച് ചർച്ച ചെയ്ത് പഠിക്കുകയും അത് നിങ്ങളുടെ സ്വന്തം ബുദ്ധിയുമായിട്ട് ചാലിച്ച് ചേർത്തിട്ട് ഭുജിക്കുകയും ചെയ്യണം. ചോദ്യങ്ങളാണ് പ്രധാനം. ചോദ്യം ചോദിക്കുമ്പോ ഒരു പ്രക്രിയ നടക്കുന്നുണ്ട്, അറിയോ നിങ്ങൾ? അത് പ്രകൃതി നിയമമാണ്. ചോദ്യം ചോദിക്കുമ്പോ ഉത്തരത്തെ സ്വീകരിക്കാൻ ഒരു സ്പേസ് തുറക്കും. ചോദ്യം ചോദിക്കുമ്പോ ഉത്തരത്തെ സ്വീകരിക്കാൻ ഒരു സ്പേസ് തുറക്കും മനസ്സിൽ. ആ സ്പേസ് വന്ന് നിറയുന്നത് വരെ ഈ സ്പേസ് വാക്വമാകും, ന്യൂനമർദ്ദമാകും. ന്യൂനമർദ്ദത്തിന്റെ കരുത്ത് നിങ്ങൾ കണ്ടിട്ടില്ലേ? ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം ഉണ്ടാകുമ്പോഴാണല്ലോ അറബിക്കടലിൽ നിന്ന് കാറ്റടിക്കുന്നത്. ഉത്തരത്തിന്റെ കാറ്റടിക്കും ചോദ്യം വരുമ്പോ. ന്യൂനമർദ്ദം ഒരു സിറിഞ്ചില്ലേ, സിറിഞ്ച്, ആ സിറിഞ്ചിന്റെ പിറകിൽ നിന്ന് പിസ്റ്റൺ വലിക്കുമ്പോ അവിടെ വാക്വം ഉണ്ടാവും. അതുകൊണ്ട് ആ കുപ്പിയിലെ മരുന്ന് മേലോട്ട് കയറുന്ന ന്യൂനമർദ്ദം നിങ്ങളുടെ തലയുള്ളിൽ ഉണ്ടാവണം. ഉത്തരം സ്വീകരിക്കാനുള്ള സ്പേസ് എക്സ്റ്റൻഷൻ, അതാണ് പ്ലസ്. അവിടെ ഉത്തരം വന്ന് നിറയുന്നത് വരെ ഉത്തരത്തെ നിങ്ങളുടെ മനസ്സ് സെൽഫ് സെർച്ചിങ് നടത്തും, പിടിച്ചു വലിക്കും. അതുകൊണ്ട് ചോദ്യം പഠിക്കണം മക്കളെ, അന്വേഷിച്ചു കൊണ്ടിരിക്കണം. സഹനോ ഭുനക്തു. അടുത്തതാണ് സഹവീര്യം കരവാവഹി. അത് പ്രാവർത്തികമാക്കണം, അതിന്റെ വീര്യം ഉൾക്കൊള്ളണം. എന്തിനാ പഠിക്കുന്നത്? വെറുതെ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടല്ല. അധ്യാപകർ കുറെ ഉത്തരം തരും നിങ്ങൾക്ക്, നിങ്ങൾ വാങ്ങും. വേറെ നിവൃത്തിയില്ലല്ലോ, വാങ്ങണ്ടേ. എന്തിനാവോ ഏതിനാവോ അറിയില്ല, തന്നുകൊണ്ട് വാങ്ങി. എന്തിനാ വാങ്ങുന്നേ? ചോദിക്കുമ്പോ തിരിച്ചു കൊടുക്കാൻ. എപ്പോഴാ ചോദിച്ചേ? പരീക്ഷയ്ക്ക് ചോദിച്ചു, നിങ്ങൾ തിരിച്ചു കൊടുത്തു. എപ്പോ? ഉത്തര പേപ്പറിൽ തിരിച്ചു കൊടുത്തു. അതുപോലെ പരീക്ഷ കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ ഉത്തരവുണ്ടോ? 8 കഴിഞ്ഞ് 9 8 പോയി, 9 കഴിഞ്ഞ് 10 9 പോയി, 10 കഴിഞ്ഞ് +1 ചേരുമ്പോ 10 പോയി, +2 കഴിഞ്ഞ് ഡിഗ്രിക്ക് ചേരുമ്പോ +2 പോയി. ഈ വിഡ്ഢിത്തം ഇനി തുടരരുത്. ഇത് പമ്പര വിഡ്ഢിത്തമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും നല്ല പ്രായമാണിത്. ഈ പ്രായത്തിൽ രാവിലെ മുതൽ വൈകുന്നേരം വന്നിരിക്കുന്നത് മാഷ് തന്നത് മാഷക്ക് കൊടുത്തിട്ട് പോരാനല്ല. അത് നിങ്ങൾ സ്വാംശീകരിക്കണം. അതിന് നിങ്ങളുടെ ചിന്തകൾ ചാലിച്ചു ചേർക്കണം, നിങ്ങൾ പ്രാവർത്തികമാക്കണം. ചോദ്യം ചോദിക്കുന്ന കുട്ടിയാവുക, ഉത്തരങ്ങൾ കണ്ടെത്തുക. ഉത്തരം പഠിക്കലല്ല, ഉത്തരത്തിലെത്തുക. ഞാനിപ്പോ എന്നെ നേരത്തെ ഒരാഴ്ച മുമ്പേ എന്നെ ഫോണ് വിളിച്ചേൽപ്പിച്ചിരുന്നു. എന്റെ ടിക്കറ്റും ബുക്ക് ചെയ്തിരുന്നു. ബർത്ത് കിട്ടിയിട്ടില്ല, ഇരുന്നിട്ടാ വന്നത്. എന്നാലും RAC ടിക്കറ്റ് കിട്ടിയിരുന്നു. ഞാൻ ഇന്നലെ RAC ടിക്കറ്റ് ആയപ്പോ ബർത്തില്ല എന്ന് TT പറഞ്ഞപ്പോ ഞാൻ ഉടൻ തന്നെ ഈ ചെറിയനാട് സ്കൂളിനെ പറ്റി പഠിക്കുക. ആടെ പ്ലാറ്റ്ഫോമിൽ ഇറങ്ങിയിട്ട് ബർത്ത് കിട്ടുന്നില്ലല്ലോ, ഞാൻ സ്കൂളിനെ പറ്റി പഠിക്കുക. ഈ സ്കൂൾ എത്ര 1953 ഉണ്ടാക്കിയതാ. കേരള സംസ്ഥാനം രൂപീകരിക്കുന്നതിന് മുമ്പുള്ള സ്കൂളാണ്. ഈ സ്കൂളിന്റെ മുൻ പ്രിൻസിപ്പൾമാരാരൊക്കെ ഇവിടെ പ്രഗത്ഭരായ ആളുകൾ വന്ന് പഠിച്ചു പോയിട്ടുണ്ടില്ലേ? പഠിച്ചു പോയിട്ടുണ്ട്. ജഗതി ശ്രീകുമാർ ഇവിടെ പഠിച്ചിട്ടുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഞാൻ പഠിക്കുക ഈ സ്കൂളിനെ പറ്റി. ഞാൻ എന്നിട്ട് പ്ലാറ്റ്ഫോമിൽ ഇരിക്കുക, ട്രെയിൻ അങ്ങ് പോയി.
എന്റെ വില പോയില്ലേ? എന്നെ ഏൽപ്പിച്ചയാളും എന്നെ വിളിച്ച ആളെല്ലാം വില പോയില്ലേ? ഞാൻ പഠിക്കലല്ല എന്റെ പണി, ഞാൻ ഇവിടെ എത്തല എന്റെ പണി, ഇവിടെ എത്തല. കുട്ടികളെ, നിങ്ങൾ ഉത്തരങ്ങൾ പഠിക്കലല്ല, ഉത്തരത്തിൽ നിങ്ങൾ എത്തണം. എത്തുന്നില്ല, അതാ പ്രശ്നം. അതുകൊണ്ടാണ് പരീക്ഷ കഴിഞ്ഞാൽ നിങ്ങൾ മറന്നു പോകുന്നത്. അത് പരീക്ഷ കഴിഞ്ഞാൽ മറക്കാനുള്ളതല്ല നിങ്ങളുടെ ഉത്തരങ്ങൾ. അത് സഹവീര്യം കരവാവഹൈ, പ്രാവർത്തികമാക്കണം. ഇത് ചെയ്യുമ്പോൾ നിങ്ങളുടെ മനസ്സിലൊരു പ്രകാശമുണ്ടാകും. തേജസ്വിനാവതീതമസ്തു. അതുണ്ടായാ പിന്നെ ഒരാളോടും വിദ്വേഷം ഉണ്ടാവില്ല. മാ വിദ്യുഷാവഹി. ഈ സ്കൂളിൽ നിന്ന് +1 +2 അടിക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? കത്തിക്കുത്ത് കണ്ടില്ലേ? 24 സ്കൂളിൽ കത്തിക്കുത്താ, +2 +1. എന്റെ നാട്ടിലെ 4 സ്കൂളിൽ 2 മാസക്കാലം ഷിഫ്റ്റ് ആയിരുന്നു. +1 ക്ലാസ്സുള്ള ദിവസം +2 ഇല്ല, +2 ക്ലാസ്സുള്ള ദിവസം +1 ഇല്ല. രണ്ടാൾ ഒന്നിച്ചു വന്നാൽ അടി. ചേടാ, ഒരു പട്ടിക്കുട്ടിക്ക് ഒരു മാംസകഷ്ണം കിട്ടിയാൽ പകുതി മുറിച്ച് നീ എടുത്തോ, പകുതി എനിക്കും തന്നേന്ന് പറയാൻ അതിന് വിവരമില്ല, ഭാഷയില്ല. അത് കടി കൂടിയിട്ട് ആരാണോ സർവൈവൽ ഓഫ് ദി ഫിറ്റസ്റ്റ് കയ്യൂക്കുള്ള കാര്യക്കാരെ കൊണ്ടുപോകും. എന്നാൽ മനുഷ്യന് മലയാളമുണ്ട്, ഇംഗ്ലീഷുണ്ട്, ഹിന്ദിയുണ്ട്, സംസ്കൃതമുണ്ട്, അറബിയുണ്ട്. ഈ ഭാഷകളെല്ലാം തന്നിട്ടും മനുഷ്യൻ കൊല്ലുക. 311 ആളെ കൊന്നു കഴിഞ്ഞ 2024 ഈ കേരളത്തിൽ. 1,29,000 ആളെ കൊന്നു ഈ ഭൂമിയിൽ കഴിഞ്ഞ ഒറ്റ കൊല്ലം കൊണ്ട്. അറിയോ ആര്? മനുഷ്യര്. കടുവ കൊന്നതല്ല, ആന കൊന്നതല്ല, മനുഷ്യരെ കൊന്നത്. കടുവയും സിംഹവും കൊല്ലുന്നത് തിന്നാനാ. എന്നാ നിങ്ങൾ കൊല്ലുന്നത് തിന്നാനാണോ? ഈ 311 ആളെ കൊന്ന കൊലപാതകികൾ ഈ ശവം തിന്നോ? ഇല്ല. എന്തേ? നമ്മൾ മനുഷ്യരാണെന്ന് ഓർമ്മയില്ല, മനുഷ്യരാണെന്ന് ഓർമ്മയില്ല. വിദ്വേഷമാണ് നമ്മുടെ അടിത്തറ, കുറ്റപ്പെടുത്തല. അതിന്റെ കാരണം എന്താ? നമ്മള് പഠനത്തിലൂടെ വളരേണ്ട 3 ഘടകങ്ങളിൽ 2 ഘടകങ്ങളെ വളരുന്നുള്ളൂ. അത് ഗംഭീരമായി വളരുന്നു. ഞങ്ങൾ പഠിച്ച ഞങ്ങളെക്കാൾ നിങ്ങൾ വലിയവരാ. പക്ഷെ ഒരു ഘടകത്തിന്റെ കാര്യത്തിൽ മക്കളെ നിങ്ങൾ തളർന്നു പോകുന്നു. ഇനി ആ ഘടകം ഏതാണെന്നും അതെങ്ങനെ ഉണ്ടാക്കുമെന്നും പറഞ്ഞ് എന്റെ ക്ലാസ് നിർത്താട്ടോ. 3 ഘടകങ്ങൾ. ഒരു വ്യക്തിത്വത്തിന് 3 ഘടകങ്ങളുണ്ട്. ഈ 3 ഘടകങ്ങൾ ഒരുപോലെ ചേരണം. നമ്മൾ വളമിടുമ്പോൾ വളത്തിൽ 3 ഘടകമില്ലേ? നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാഷ്. അതല്ലേ NPK മിശ്രിതം. പൊട്ടാഷിന് കാലിയം എന്ന ലാറ്റിൻ വാക്ക് ചേർക്കുന്നതുകൊണ്ടാ K വന്നത്. 2 P വരുന്നതുകൊണ്ടാ പൊട്ടാഷിന് കാലിയം എന്ന് കൊടുത്തത്. അതാ NPK. അതിൽ N-ഉം P-യും ഉണ്ട്, K ഇല്ലേ കാര്യമില്ല. N-ഉം K ഉണ്ട്, P ഇല്ലേ കാര്യമില്ല. P-യും K-യും ഉണ്ട്, N-ഇല്ലേ കാര്യമില്ല. 3ഉം ചേരണം. നിങ്ങൾക്ക് 3 ഘടകങ്ങളിൽ 1 നിങ്ങളുടെ ആരോഗ്യം, 2 നിങ്ങളുടെ ബുദ്ധി. ഇത് 2ഉം ഞങ്ങളെക്കാൾ മെച്ചപ്പെട്ടതാ നിങ്ങൾക്ക്. നിങ്ങൾ ഭയങ്കര ബുദ്ധിമാന്മാരാ. അത്ഭുതം. എന്തെല്ലാം കോഴ്സിനാ നിങ്ങൾ ചേരുന്നത്? +2 കഴിഞ്ഞാൽ കുട്ടികൾ പോകുന്ന കോഴ്സുകൾ കണ്ട അത്ഭുതം, ഞെട്ടിപ്പോവും. എന്തെല്ലാം പുതിയ പുതിയ കോഴ്സുകൾ, എന്തെല്ലാം പഠനം. എത്രയാ എഞ്ചിനീയർമാര്, എത്രയാ ഡോക്ടർമാര്, എത്രയാ വക്കീലന്മാര്, എത്ര വിദഗ്ധന്മാരാണ്, എത്രയാ ഡോക്ടറേറ്റ്. അപാര ബുദ്ധിയാണ്. ആരോഗ്യത്തിലും ബുദ്ധിയിലും നിങ്ങൾ വളരെ മുന്നോട്ട് പോകുന്നു. പക്ഷെ 3ാമത്തെ ഘടകത്തിൽ നിങ്ങൾ പരാജയപ്പെടുന്നു. അതാണ് ഇനി ഞാൻ പറയാൻ പോകുന്ന വിഷയം. ആ ബുദ്ധിയുടെ കൂട്ടത്തിൽ വളരേണ്ട ഒരു സാധനമാണ് മനസ്സ്. മനുഷ്യാണാം മനുഷ്യത്വം എന്ന് പറഞ്ഞില്ലേ ശ്രീനാരായണ ഗുരു? മനുഷ്യന്മാർക്ക് മനുഷ്യത്വം. ഈ മനുഷ്യത്വം എന്ന് പറഞ്ഞാൽ മനസ്സിൽ നിന്നുണ്ടാവുന്ന ആ മനുഷ്യത്വം. ഈ മനസ്സും ബുദ്ധി ഒന്നാണോ? അല്ല. ഞാൻ തെളിവ് തരാം. 4-5 മാസം മുമ്പ് കാശ്മീരിലെ പഹൽഗാമിൽ ഭീകരന്മാർ കുറെ ടൂറിസ്റ്റുകളെ വെടിവെച്ച് കൊന്നു അല്ലേ? ആ വെടിവെച്ച് കൊന്ന ഭീകരന്മാരെല്ലാം അതിബുദ്ധിമാന്മാരാ. ഡോക്ടറേറ്റ് നേടിയ ഒരുത്തനുണ്ട് അതില്. കേരളത്തിൽ വന്നിട്ട് ഡിഗ്രി പഠിച്ചു പോയ ഒരുത്തനുണ്ട് അതില്. നല്ല മാർക്കോടെ പാസ്സായ യൂണിവേഴ്സിറ്റി വിദ്യാഭ്യാസമുള്ളവരാണ് ആ ഭീകരന്മാരെല്ലാം. അതുകൊണ്ടല്ലേ ഇന്ത്യൻ പട്ടാളവും പോലീസും അരിച്ചു പെറുക്കിയിട്ട് അതിൽ ഒരുത്തനെ പിടികിട്ടിയ ഇതുവരെ ഇല്ല. അതിബുദ്ധിമാന്മാരവര്. പക്ഷെ കൊല്ലരുത് എന്ന മനസ്സുണ്ടോ? ഇല്ല. എന്നാൽ അന്ന് വെടിയേറ്റ് മരിച്ചു കിടക്കുന്ന തന്റെ ഭർത്താവിന്റെ അടുത്ത് മുട്ടുകുത്തി കരയുന്ന ഒരു പെണ്ണിന്റെ ഫോട്ടോ ടിവിയിലും സോഷ്യൽ മീഡിയയിലെല്ലാം നമ്മൾ കണ്ടില്ലേ? ആ പെണ്ണ് നാട്ടിലെത്തിയിട്ട് പത്രക്കാരോട് പറഞ്ഞു, നിങ്ങൾ കേട്ടോ, എന്തു ചെയ്യണമെന്നറിയാതെ
മരണവാതിൽ നിൽക്കുമ്പോൾ ഞങ്ങളെ രക്ഷപ്പെടുത്തിയത്, ബാക്കിയുള്ളവരെ നാട്ടിലെത്താൻ സഹായിച്ചത് ആ കുതിരക്കാരനായ ആ മുസ്ലിം ചെറുപ്പക്കാരനാണ്. ആ ചെറുപ്പക്കാരൻ 8ാം ക്ലാസ് തോറ്റത് കൊണ്ട് ആ കുതിരനെ മേയ്ക്കാൻ പോയേ. അവന് വലിയ A+ ഇല്ല, പക്ഷെ അവന് സ്നേഹത്തിന്റെ മനസ്സുണ്ട്. അവന് ബുദ്ധി കുറവാ, മനസ്സുണ്ട്. ഈ മനസ്സ് വളർത്തണം മക്കളെ. ആ മനസ്സ് വളർത്താൻ നിങ്ങളുടെ ടൈമിനെ ഉപയോഗപ്പെടുത്തണം. എങ്ങനെ? സ്കൂളിൽ ബുദ്ധി വളർത്താൻ, സ്കൂളിൽ വരുന്നത് ബുദ്ധി വളർത്താൻ, വീട്ടിലിരിക്കുന്നത് ആരോഗ്യം വളർത്താൻ, തിന്നാൻ കിടന്നുറങ്ങാൻ. നോ, ഈ സ്കൂളും വീടും നിങ്ങൾ കൂട്ടിച്ചേർത്തുകൊണ്ടൊരു മനസ്സ് രൂപപ്പെടണം. ആ മനസ്സ് രൂപപ്പെടുന്ന സർവകലാശാലയുടെ പേര് കുടുംബമെന്നും ഗ്രാമമെന്നുമാണ്. ഇപ്പൊ നിങ്ങളുടെ ഗ്രാമമായിട്ട് നിങ്ങൾക്ക് എന്താ ബന്ധം? നിങ്ങൾ റോഡിലൂടെ നടന്നു നോക്കൂ. ഭൂരിപക്ഷം ആളും നിങ്ങളെ അറിയാത്തവരും നിങ്ങൾക്ക് അറിയാത്തവരും അല്ലേ? ഭൂരിപക്ഷം ആളും നിങ്ങൾക്കും അറിയില്ല, നിങ്ങളെ അവർക്കും അറിയില്ല. നോ, നാടുമായിട്ടും നിങ്ങളുടെ വീടുമായിട്ടുള്ള ബന്ധം സോഫ്റ്റൻ ആവണം. എങ്ങനെയാണ് സോഫ്റ്റൻ ആവേണ്ടത്? നിങ്ങളുടെ ടൈം വെറുതെ തല കുമ്പിട്ടിട്ട് ഇതിൽ നോക്കിയിരിക്കാനുള്ളതല്ല. ഈ സാധനം കണ്ടുപിടിച്ചത് നിങ്ങൾക്ക് വേണ്ടിയാണോ, അല്ല നിങ്ങൾ ജനിച്ചത് ഇതിനു വേണ്ടിയാണോ? ഇപ്പൊ തീരുമാനം എടുക്കണം. ചില കുട്ടികൾ ജനിച്ചത് ഇതിനു വേണ്ടിയാ. രാവും പകലും 12-1 മണി വരെ ഇതും മാന്തിയിരിക്കും, എന്നിട്ട് രാവിലെ 7 മണി വരെ കിടന്നുറങ്ങും. ഭീകരന്മാരാണ് അവര്. നിങ്ങളുടെ സമയമാണ് ഏറ്റവും പ്രധാനം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും ഒരു പണിയില്ലാതെ ചൊറിയും കുത്തിയിരിക്കുന്നവന് 24 മണിക്കൂറാ ഒരു ദിവസം. ടൈം വളരെ വളരെ പ്രധാനമാണ്. നമ്മൾ 90 വയസ്സ് വരെ ജീവിക്കുന്നു എന്ന് വിചാരിക്ക്. പോരെ? 90 പോരെ? 90 വയസ്സ് ജീവിക്കുമ്പോ 60 വർഷമേ നമുക്ക് ബോധമുള്ളൂ. അറിയോ? 30 വർഷം നമുക്ക് ബോധമില്ല. നമ്മൾ ഈ ഭൂമിയിലുള്ള അറിയില്ല. കാരണം 30 കൊല്ലം നമ്മൾ ഉറക്ക. 24 മണിക്കൂറിൽ 8 മണിക്കൂർ ഡെയിലി ഉറങ്ങണ്ടേ? അപ്പൊ 90ന്റെ 3/1 30, 24ന്റെ 3/1 8 90ന്റെ 3/1 30 അല്ലേ? 30 വർഷം നമ്മൾ ഉറക്ക. ഉറക്കത്ത് നമ്മൾ അറിയോ നമ്മൾ ഉണ്ടെന്ന്? അറിയോ? അടുത്ത് കിടക്കുന്ന ആളറിയോ നമ്മൾ ഉണ്ടെന്ന്? കൂർക്കം വലി കേട്ടിട്ട് നമ്മൾ അറിയില്ലല്ലോ ഭൂമിയിൽ ഉണ്ടെന്ന്. ഉറങ്ങുമ്പോ ഒരു ഗ്യാരണ്ടിയുള്ള മരണല്ലേ ഉറക്കോ? നാളെ ഉണരുവെന്ന ഗ്യാരണ്ടിയോടുള്ള മരണമാണ് ഉറക്കം. നമ്മൾ ബോധത്തോടെ ഇരിക്കുന്ന 60 വർഷം മാത്രമാണ് ഒരായുസിൽ. ഈ 60 വർഷത്തിൽ 15 വർഷം നമ്മൾ തിന്നാൻ വേണ്ടി മാത്രം ചെലവഴിക്കുക. തിന്നലും പക്ഷി മൃഗങ്ങളെല്ലാം തിന്നുന്നുണ്ട്. ഭക്ഷണം ശേഖരിക്കണം, അത് കഴുകണം, പാചകം ചെയ്യണം, വിളമ്പണം, തിന്നണം, പാത്രം കഴുകണം, തിന്നാൻ വേണ്ടി അങ്ങോട്ട് പോകണം, തിന്നാൻ വേണ്ടി ഇങ്ങോട്ട് തിന്നാൻ പോയിട്ട് തിരിച്ചു വരണം. എല്ലാം കൂടി തിന്നാൻ മാത്രം ഒരായുസിൽ 15 വർഷം ചെലവഴിക്കും. അപ്പൊ 60 നിന്ന് 15 പോയാൽ ഇനി എത്രയാ ബാക്കി നമ്മുടെ മുമ്പിൽ? 45. 90 വയസ്സിൽ 45 പോയി, അതിന് 45 കയ്യിലുള്ളൂ. ഈ 45 കൊല്ലക്കാലത്തിൽ 5 കൊല്ലം ടോയ്ലറ്റിലാ. 5 ഒരായുസിൽ ഒരു മനുഷ്യൻ മലയാളി 5 കൊല്ലം ടോയ്ലറ്റിലിരിക്കും എന്ന് പറഞ്ഞാൽ മൂത്രം ഒഴിക്കുന്നതും മാത്രം കൂട്ടിയാൽ പോരല്ലോ, ഒഴിക്കുന്ന സമയം പോരല്ലോ, ആടെ ഒഴിക്കാൻ പോയതും വരുന്നതും കൂട്ടണ്ടേ? പണ്ടത്ര ഇല്ല കേട്ടോ. നിങ്ങളുടെ അച്ഛനമ്മമാരൊന്നും ഇത്ര സമയം ടോയ്ലറ്റിൽ ഇരിക്കില്ല. കാരണം അന്ന് യൂറോപ്യൻ ക്ലോസറ്റ് ഇല്ല, നാടൻ കക്കൂസ, മുട്ടും മടക്കിയിരിക്കണം, മുട്ട് വേദനിച്ചിട്ട് വേഗം എണീറ്റ് പോകും. വന്നപ്പോ കസേരമേൽ ഇരിക്കും പോലെ സുഖമായിട്ട് ഇരിക്കല്ലേ. എത്ര നേരം വേണോ ഇരിക്കാം, വരുമ്പോ വരട്ടെ, ആടെ ഇരിക്കും അല്ലേ? ചെറുപ്പക്കാരെല്ലാം ഇപ്പൊ ഫോണും എടുത്തിട്ടാ ടോയ്ലറ്റ് കയറുന്നത്. അച്ഛനും അമ്മയും കേൾക്കാതെ പലതും ഡൗൺലോഡ് ചെയ്യാലോ. ആടുന്നാകുമ്പോ മേലെ നിന്ന് ഡൗൺലോഡിങ്, താഴെ നിന്ന് ഡൗൺലോഡിങ്, രണ്ടും നടക്കുമല്ലോ അല്ലേ? അതാണ് 5 കൊല്ലം നമ്മൾ ടോയ്ലറ്റിലാ. ഇനി 40 ബാക്കിയുള്ളൂ നിങ്ങൾക്ക്. ആ 40-ൽ 10 കൊല്ലം നമ്മൾ അസുഖം വന്ന് കിടക്കും. ഇപ്പൊ തന്നെ നിങ്ങൾക്ക് തലവേദന വന്ന, വയറുവേദന വന്ന, പനി വന്ന കിടക്കുന്നില്ലേ? ജനിച്ച ആദ്യത്തെ 1 കൊല്ലം കിടപ്പ് തന്നെയായിരുന്നില്ലേ നിങ്ങള്? 60-70 കഴിഞ്ഞാലും കിടപ്പ് തന്നെയാ. അങ്ങനെ 10 കൊല്ലം കിടന്നും പോവും അസുഖം വന്നിട്ട്. ഇനി 30 ബാക്കിയുള്ളൂ കേട്ടോ. ആ 30-ൽ 5 കൊല്ലം നമ്മളെ മേക്കപ്പ് ചെയ്യണ്ടേ, പല്ല് തേക്കണ്ടേ, കുളിക്കണ്ടേ, മുടി ചീകണ്ടേ, മീശ കട്ടിയണ്ടേ, ഷേവ് ചെയ്യണ്ടേ, പുരികം പൊരിക്കണ്ടേ, വരച്ചുണ്ടാക്കണ്ടേ, സാരി ഉടുക്കണ്ടേ, മുന്താണിക്ക് പിന്നു കുത്തണ്ടേ, ട്രൗസർ ഇടണ്ടേ, പാന്റ് ഇടണ്ടേ, എന്തെല്ലാം. ഒരു മുടിക്ക് വേണ്ടി തന്നെ പെൺകുട്ടികൾ അത്ര സമയം ചെലവഴിക്കൂല്ലേ? നമ്മളെ അണിയിച്ചൊരുക്കാൻ വേണ്ടി മാത്രം 5 കൊല്ലം ചെലവഴിക്കും. ഇനി എത്രയാ നിങ്ങളുടെ മുമ്പിൽ ബാക്കി? 25 കൊല്ലം.
90 വയസ്സിൽ ഹേ മനുഷ്യ, എനിക്ക് വേണ്ടി മനുഷ്യനാവാൻ വേണ്ടി 25 വർഷമേ ഉള്ളൂ. ആ 25 വർഷം ആരെങ്കിലും പടച്ചുവിടുന്ന ഗെയിമും കളിച്ച്, ആരെങ്കിലും പടച്ചുവിടുന്ന റീലും നോക്കി ഇങ്ങനെ ഇരുന്നിട്ട് സമയം പോക്കിയിട്ട് 90 കൊല്ലം കഴിഞ്ഞ് മരിച്ചു പോയാൽ പിന്നെ ഒരു 90,000 കൊല്ലം കഴിഞ്ഞാൽ തിരിച്ചു വരുവോ? 90,000 കോടി കൊല്ലം കഴിഞ്ഞാൽ തിരിച്ചു വരുവോ? നമുക്ക് ലഭിച്ചിരിക്കുന്ന അത്ഭുതമായിരിക്കുന്ന ജന്മമാണ് ഈ മനുഷ്യ ജന്മം. ആ ജന്മത്തിൽ വെറുതെ സമയം ചെലവഴിക്കാൻ ഇതിന്റെ പിറകെ നടന്നിട്ട് നിങ്ങളെ പറ്റിക്കുന്ന അന്താരാഷ്ട്ര ഭീകരന്മാർ നിങ്ങളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഒരു പരസ്യം ഇറക്കിയിട്ടുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചോ പരസ്യം? നിങ്ങളുടെ അകർമ്മണ്യതയെ വളർത്താൻ വേണ്ടി. ആ പരസ്യം 5 സ്റ്റാർ മുട്ടായിന്റെ പരസ്യം. നമ്മ ഓർമ്മ വന്നാ, ഒരു പയ്യൻ റോഡ് സൈഡിൽ നിന്നിട്ട് 5 സ്റ്റാർ മുട്ടായി ഇങ്ങനെ ആസ്വദിച്ച് തിന്നുമ്പോ ഒരു വല്യമ്മ ബസ് സ്റ്റോപ്പിൽ നിന്ന് അവരെ കയ്യിൽ നിന്ന് എന്തോ ഒന്ന് സാധനം വീണുപോയി. അത് ഉരുണ്ട് റോഡിലേക്ക് പോയപ്പോ മോനെ ഒന്ന് എടുത്തു തരുവോ മോനെന്ന് ചോദിച്ചു. ഇവൻ ഓക്കെ മുത്തശ്ശി പറഞ്ഞിട്ട് ഈ മുട്ടായി തിന്നതില് ഓൻ എടുത്തു കൊടുത്തില്ല. കുറെ നേരം കാത്തിട്ട് ഇവന് എടുത്തു കൊടുക്കാത്തപ്പോ മുത്തശ്ശി മെല്ലെ എഴുന്നേറ്റ് പോയിട്ട് ആ സാധനം എടുക്കുമ്പോ മുത്തശ്ശി ഇരുന്നതിന്റെ മേൽക്കൂര ഇടിഞ്ഞു താഴെ വീണു. ഇവൻ എടുത്തു കൊടുത്തിരുന്നുവെങ്കിൽ ആ മേൽക്കൂര മുത്തശ്ശിയുടെ തലയിൽ വീഴുമായിരുന്നു. ഇവൻ എടുത്തു കൊടുക്കാത്തത് കൊണ്ട് മുത്തശ്ശിയുടെ ജീവൻ ബാക്കിയായി. എന്നിട്ട് മുത്തശ്ശി അവനോട് പറയാ, താങ്ക് യു മോനെ ഒന്നും ചെയ്യാത്തതിൽ. ഇത് കേൾക്കുമ്പോ നല്ല രസമുള്ള നല്ല ബുദ്ധിയുള്ള പരസ്യ. പക്ഷെ ആ ബുദ്ധി നിങ്ങളെ പറ്റിച്ച നിങ്ങൾ അറിയോ എന്ന് പറഞ്ഞാൽ, മുത്തശ്ശി എന്തെങ്കിലും ആവശ്യപ്പെട്ട എടുത്ത് കൊടുക്കണ്ട, നിങ്ങൾ 5 സ്റ്റാർ മുട്ടായി നുണഞ്ഞാ മതി, ഒന്നും ഓർക്കണ്ട, അതെല്ലാം മറന്നേക്കൂ, മെഡിമിക്സ് സോപ്പ് തേക്കൂ എന്ന് പണ്ടൊരു പരസ്യം ഉണ്ടായിരുന്നു. ഒന്നും ഓർക്കണ്ട, നീ നിന്റെ തൊലിപ്പുറത്തെ പറ്റി മാത്രം ചിന്തിച്ചാ മതി. നിന്റെ സ്റ്റൈലിനെ പറ്റി ചിന്തിക്കുക, നിന്റെ മുടിയെ പറ്റി ചിന്തിക്കുക, നിന്റെ ഡ്രസ്സിനെ പറ്റി, നിന്റെ പാന്റിനെ പറ്റി ചിന്തിക്കുക, നീ നിന്റെ ഭക്ഷണത്തെ പറ്റി, ചിക്കൻ കബാബിനെ പറ്റി, ചിക്കൻ കടായിയെ പറ്റി ചിന്തിക്കുക. നീ അതെല്ലാം മറക്കുക. കുഞ്ഞുണ്ണി മാഷ് ഒരു കവിതയുണ്ട്, കണ്ണെടുത്ത് കുപ്പായ കീശയിലിട്ട് കാതെടുത്ത് കമഴ്ത്തി വെച്ച് തലയെടുത്ത് വയറ്റിൽ തിരികി നാവെടുത്ത് പുറത്തിട്ട് നാടെല്ലാം നടക്കുന്നതവനവനവനോ, നാടെല്ലാം നടക്കുന്നത് ഇവനിവനിവനോ. കണ്ണ് കുപ്പായ കീശയിലാണ്, പൈസ ഉണ്ടോന്ന് മാത്രം നോട്ടം, കീശ കാശുണ്ടോന്ന് മാത്രം നോട്ടം. കാതെടുത്ത് കമഴ്ത്തി വെക്കുന്നു. ലോകത്ത് എന്ത് സംഭവിച്ചാലും അതൊന്നും എനിക്ക് കേൾക്കണ്ട, നിങ്ങളാണെന്ന് എന്തോ പറഞ്ഞോ, ഞങ്ങൾ ഇതാ നാവ് പുറത്തിട്ടിട്ട് കുറെ ആൾ ഇരിക്കുന്നുണ്ടോ, തിരിഞ്ഞും മറിഞ്ഞും വർത്താനം പറയുന്നുണ്ടോ കേട്ടോ. നിങ്ങൾ പറയുന്നൊന്നും എനിക്ക് കേൾക്കണ്ട. ഓൻ അറിയലില്ല, ഇതാ അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ട് ഇതാ അങ്ങോട്ട് തിരിഞ്ഞു നിൽക്കുക, അറിയണില്ല ഇപ്പൊ ഇങ്ങോട്ട് നോക്കിയേ കണ്ടോ. തലയെടുത്ത് വയറ്റില ചിന്ത, ബുദ്ധി, തിന്നണ്ട കാര്യത്തെ പറ്റി മാത്രം. നാവെടുത്ത് പുറത്തിടുക, എളപ്പിന് യാതൊരു കുറവുമില്ല. അങ്ങനെ നടക്കുന്ന ഒരു പുതിയ തലമുറ വളർന്നു വരുമ്പോ നിങ്ങളെ പറ്റിക്കുകയാണെന്ന് നിങ്ങൾ അറിയണം. നിങ്ങൾ അതിൽ പെട്ടുപോകരുത്. നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ മാത്രമാ. ആരെങ്കിലും പടച്ചുവിടുന്ന ആരെങ്കിലും പറയുന്നതും കേട്ടിട്ട് മുന്നോട്ട് പോകല്ല. നിങ്ങളുടെ ജീവിതം arise, go forth and conquer. ഉത്തിഷ്ഠത ജാഗ്രത പ്രാപ്യവരാ നിബോധത.